നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നതിന് ഭൂരിഭാഗം പേരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതിനായി നമ്മൾ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈകളൊക്കെ വാങ്ങി ഉപയോഗിച്ച് മുടിയുടെ ആരോഗ്യം പൂർണ്ണമായും കളയുന്നവരാണ്. എന്നാൽ പൂർണ്ണമായും നമ്മൾ പ്രകൃതിദത്തമായ ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് മുടി നരയ്ക്കുന്നതിനുള്ള പ്രതിവിധി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല, മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറ്റി മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു മാന്ത്രിക കൂട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കലോഞ്ഞി സീഡ്സ് അഥവാ കരിഞ്ജീരകമാണ്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര ഗുണങ്ങളാണ് ഈ ഒരു കലോഞ്ഞി സീഡ്സിനുള്ളത്. മുടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അകാലനര തടയാനും ഇതിലും മികച്ചതൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ കടായി തന്നെ എടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുമ്പോൾ ഇതിലുള്ള അയൺ കണ്ടൻറ്റോട് നമ്മുടെ മുടിയിലേക്ക് എത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു മുടിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസ്, എണ്ണയോ ഹെയർ മാസ്കോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണമാണ് കിട്ടുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മസ്റ്റാർഡ് ഓയിലാണ്. ഞാൻ ഏകദേശം 100 ml എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ചെറിയ രീതിയിൽ നിന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു ഓയിലിന് നമുക്ക് കടുകെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കടുകെണ്ണ നമുക്ക് പണ്ടുകാലം മുതലേ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മുടി സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിൽ ധാരാളം omega-3, omega-6 ഫാറ്റി ആസിഡുകളും വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ ഉലുവയുമാണ്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഷിക്കാക്കായാണ്. ഷിക്കാക്കായ് നമ്മുടെ മുടിയുടെ ഡോക്ടർ എന്ന് തന്നെ പറയാം. ഷിക്കാക്കായ് വളരെയധികം ഗുണമുള്ളതാണ് മുടിക്ക്. ഷാമ്പു തയ്യാറാക്കാനാണെങ്കിൽ പോലും വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ് ഷിക്കാക്കായ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 തണ്ട് കറിവേപ്പില മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കൂടുതൽ എടുക്കാം. കറിവേപ്പില എടുക്കുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു നല്ല ഉണങ്ങിയ തുണിയിലിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് വെള്ളമയമൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. കറിവേപ്പിലയിലെ ബീറ്റാ കരോട്ടിൻ പ്രകൃതിദത്തമായി തന്നെ മുടി കറുപ്പിക്കുകയും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ തടയുകയും ചെയ്യും. ഉലുവയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജടാമാഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ആയുർവേദത്തിൽ മുടിയുടെ വളർച്ചയ്ക്കും നര മാറാനും ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഔഷധമാണ് ജടാമാഞ്ചി. ഇത് അങ്ങാടിക്കടകളിലൊക്കെ ലഭ്യമാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സ്റ്റോറുകളിലും നമുക്കിത് ലഭിക്കും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ഇത് വാങ്ങിച്ചാൽ മതി. അതുപോലെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഷിക്കാക്കായി നമ്മുടെ തലയോട്ടിയൊക്കെ വൃത്തിയാക്കാനും നല്ലൊരു കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കാനും സഹായിക്കും. അതായത് മുടിയുടെ ഡ്രൈനെസ്സും നമുക്ക് താരനൊക്കെ ഉണ്ടാക്കാൻ കാരണമാണ്. അതുപോലെ മുടി കൊഴിയുകയൊക്കെ ചെയ്യും. അതൊക്കെ മാറ്റാനായിട്ട് ഷിക്കാക്കായ് സഹായിക്കും. ഇനി നമ്മുടെ എണ്ണ പാകമായോ എന്നറിയാനായിട്ട് കറിവേപ്പില ഇങ്ങനെയൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വരും. നല്ല ക്രിസ്പി ആയിട്ട് കറിവേപ്പില കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണമെങ്കിൽ അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു തുണിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഒന്നും നമ്മുടെ എണ്ണയിലേക്ക് മിക്സ് ആവാതിരിക്കാനായിട്ട് സഹായിക്കും. അരിപ്പയിൽ അരിച്ചെടുത്താൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഇതുപോലെ നമുക്കൊരു തുണിയിൽ വെച്ച്, നല്ല വൃത്തിയുള്ള തുണിയിലായിരിക്കണം അരിച്ചെടുക്കേണ്ടത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വേണമെങ്കിലും ഇതുപോലെ എണ്ണ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് തീ കൂടി പോകാതിരിക്കാനും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. കാരണം പൊടിഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ എണ്ണ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഏതെണ്ണയാണോ മുടിയിലേക്ക് തേക്കുന്നത്, കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിരിക്കണം ഈ എണ്ണ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ആദ്യം എത്രത്തോളമാണോ അത്രയും ആവശ്യമുള്ളത് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, അതൊരു 4-5 ഡ്രോപ്സ് മാത്രം ഈ നമ്മൾ എപ്പോഴും മുടിയിൽ തേക്കുന്ന എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. കഴിയുമെങ്കിൽ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഈ എണ്ണയൊന്ന് ചൂടാക്കുകയും ചെയ്യുക. ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ എണ്ണയുടെ ഗുണങ്ങളൊക്കെ പോവും. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മാത്രം ചൂടാക്കി എടുക്കുക. അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. ചെറിയ രീതിയിൽ മസാജും കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ മുടിയുടെ അറ്റത്തോട്ടും അല്ലാതെ മുടിയിലും ഫുള്ളായിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ഈ എണ്ണ വളരെയധികം യൂസ്ഫുള്ളാണ്. ഇനി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കിതിങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അതിന് മുൻപ് തന്നെ നമ്മളിതൊരു 4-5 ദിവസം സൺലൈറ്റിൽ വെക്കേണ്ടതാണ്. അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ
പൂർണ്ണമായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ സാധനങ്ങളും കൂടെ ഇതിലിട്ട് ഈ ഒരു ബോട്ടിലാക്കി അടച്ച് സൺലൈറ്റിൽ 4-5 ദിവസം കൊള്ളിക്കുക. അതിനുശേഷം നമുക്ക് അരിച്ചെടുത്ത് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. കുറേ നാളത്തേക്ക് നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ 4-5 ഡ്രോപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറേ നാളത്തേക്കുണ്ട്. രാത്രിയിലൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കിടക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഗുണം കിട്ടും. അകാലനര തടയാനും നരച്ച മുടി റിവേഴ്സ് ചെയ്ത് ബ്ലാക്ക് കളറാക്കാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.